Good afternoon, all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസിലേഷൻസിനെ കുറിച്ച് തുടങ്ങി വെച്ചു അല്ലേ? സിലബസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നമ്മൾ പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു. പീരിയോഡിക് മോഷനെ കുറിച്ച് കുറച്ച് ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. സീസൺസും ഹാലിസ് കോമറ്റ്, ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് മാസ് സിസ്റ്റം, അതുപോലെ വൈബ്രേഷൻസ് ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻ ആറ്റം അല്ലേ, ഇൻ എ ക്രിസ്റ്റൽ, ഇൻ എ മെറ്റീരിയൽ, മോളിക്യൂൾസ് ഇൻ എ മെറ്റീരിയൽ, ആറ്റംസ് തമ്മിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നത് അവയുടെ വൈബ്രേഷൻസ്, ഇതെല്ലാം പീരിയോഡിക് മോഷൻസ് ആണ്. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻസ് പീരിയോഡിക് ആണ്. നമ്മൾ പീരിയോഡിക് മോഷന്റെ പാരാമീറ്റേഴ്സ്, പീരീഡ് എന്താണെന്ന് പറഞ്ഞു. ഒരു ഡ്യൂറേഷൻ, ഒരു കംപ്ലീറ്റ് മോഷൻ റിപ്പീറ്റഡ് മോഷൻസിനാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്രമാത്രം വൈബ്രേഷൻസ് അല്ലെങ്കിൽ എത്ര ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ്, അതിനെ റെപ്രസെന്റ് ടൈമാണ് ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസിയും പീരീഡും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആയിരിക്കും. ഫ്രീക്വൻസി ഇസ് എ റെസിപ്രോക്കൽ ഓഫ് പീരീഡ്, അല്ലെങ്കിൽ പീരീഡ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി. ദെൻ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് പീരിയോഡിക് മോഷനിൽ ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ്, പാർട്ടിക്കിളിന്റെ പൊസിഷൻ ചേഞ്ച്. അപ്പം പാർട്ടിക്കിൾ ആണെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ പെൻഡുലം, സ്പ്രിംഗ് മാസ് സിസ്റ്റം ഒക്കെ ആണെങ്കിൽ ആ മാസിന്റെ പൊസിഷനാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്, ടൈം അനുസരിച്ച് മാറുന്ന ക്വാണ്ടിറ്റി. അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്രഷർ പ്രഷർ, അപ്പം സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, സൗണ്ട് വേവ് എന്ന് പറയുന്നത് പ്രഷർ ചേഞ്ചിന്റെ വേരിയേഷൻസ് ആണ് അവിടെ പീരിയോഡിക് ആയിട്ട് നടക്കുന്നത് അല്ലേ. ഒരു കംപ്രഷനും റയർഫ്രാക്ഷനും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, അടുത്ത കംപ്രഷൻ റയർഫ്രാക്ഷൻ. അപ്പൊ ഈ കംപ്രഷൻ റയർഫ്രാക്ഷനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. മാക്സിമം കംപ്രഷൻ അല്ലെങ്കിൽ മാക്സിമം റയർഫ്രാക്ഷൻ, അത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന ടേമോട് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. ഡ്യൂറിങ് എവരി മോഷൻ ടൈം മാറുന്നതനുസരിച്ച് മാറുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. undergoes a change in time in a periodic motion is called ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈമിന് ഫംഗ്ഷൻ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വാല്യൂ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു. നമ്മൾ സർക്കുലർ മോഷനുമായിട്ട് പീരിയോഡിക് മോഷനെ ഒന്ന് കണക്ട് ചെയ്തു അല്ലേ. അപ്പം സർക്കുലർ മോഷനും പീരിയോഡിക് മോഷനും ഈക്വൽ ആണ്. അവിടെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആംഗുലാർ വെലോസിറ്റി ഒമേഗ, തീറ്റയ്ക്ക് വരെ നമ്മൾ ഒമേഗ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു. ആംഗുലാർ ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ 2π/t ആണ് അല്ലേ. ഇത്രയും പറഞ്ഞ് നമ്മൾ നിർത്തിയത്. അപ്പൊ ഇനി നമുക്ക് നമ്മളെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM. അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ, പീരിയോഡിക് മോഷൻസ് തന്നെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ആ പീരിയോഡിക് മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഈ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ ഒരുപാട് വലുതാകരുത്, ഒരു വളരെ ചെറിയൊരു റേഞ്ചിലാണെങ്കിൽ അത് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. അപ്പൊ ഈ സിമ്പിൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് ഒരു വലിയ വാല്യൂ, മച്ച് മോർ ലോങ്ങർ വാല്യൂയിലോട്ട് പോകരുത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് വലുതാണെങ്കിൽ, ഇപ്പൊ ഒരു സിമ്പിൾ പെനിൽ എടുത്ത് നമ്മൾ വലിയ രീതിയിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ടു ആൻഡ് ഫ്രം മോഷന് വരെ സർക്കുലർ മോഷനൊക്കെ ആകും അല്ലെ. സ്പ്രിങ്ങിന് നമ്മളെടുത്ത് മാസ് കണക്ട് ചെയ്തിട്ട് ഒരു സ്പ്രിങ്ങിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഒരു വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ സ്പ്രിങ് വലിയും. അപ്പൊ എന്നാലത് ഓസിലേഷൻ നടക്കുമെങ്കിലും അതൊരു പീരിയോഡിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ സിമ്പിൾ എന്ന ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ. ഓക്കെ, അപ്പം പീരിയോഡിക് മോഷൻ, സിമ്പിൾ ആയിട്ടുള്ള പീരിയോഡിക് മോഷൻസ് ആണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഈ ഹാർമോണിക് എന്ന ടേം റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഓൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അവയുടെ മോഷൻസ്, അവയുടെ സൗണ്ട് ഉണ്ടാക്കുന്ന എല്ലാം ഈ വൈബ്രേഷൻസ് ആണ് അല്ലേ. ഇപ്പം വയലിൻ ആയാലും ചെണ്ട ആയാലും എല്ലാം കമ്പനങ്ങളാണ് അല്ലേ, മോഷൻസ് ആണ്. അപ്പം ഈ ഹാർമോണിക് ഈസ് എ ടേം റിലേറ്റഡ് ടു മ്യൂസിക്. അപ്പോൾ ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ പീരിയോഡിക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഹാർമോണിക് എന്ന ടേം കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ,
നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം. ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ഒരു വീഡിയോ ആണ്. സിമ്പിൾ പെൻഡലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബോബ് കണക്റ്റഡ് ബൈ എ സ്ട്രിങ് ആണ്. അപ്പോൾ അതിനൊരു മീൻ പൊസിഷൻ ഉണ്ടായിരിക്കും, രണ്ട് എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഇതാണ് മീൻ പൊസിഷൻ. വരച്ചു കഴിഞ്ഞു. സോ ദിസ് വൺ ഈസ് ദ മീൻ പൊസിഷൻ O. ദീസ് ആർ ദി എക്സ്ട്രീം പൊസിഷൻസ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബോബിന്റെ പൊസിഷൻ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ബോബിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇവിടെ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ഇവിടെ വരെ പോകാം. അപ്പൊ അതിന് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ഈ സ്മാൾ ലെറ്റർ എ റെപ്രസെന്റ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് അല്ല, ബോബിന്റെ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആക്സിലറേഷൻ ഈസ് ആൾവേസ് directed towards the mean position. Displacement is always measured from the mean position and it is opposite that of acceleration. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും, പാർട്ടിക്കിളിന്റെ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷണലും ആയിരിക്കും. പ്രൊപ്പോർഷൻ മീൻസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് അല്ല, പ്രൊപ്പോർഷണൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് കാൾഡ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദാറ്റ് ഇസ് എന്താണ്, ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. മാഗ്നിറ്റ്യൂഡ് ഇൻ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡിൽ പ്രൊപ്പോർഷണൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ആൻഡ് ഡയറക്ഷണൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, എ ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എസ് എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എക്സാമ്പിൾസ്, ഇപ്പോൾ ഇത് ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു പീരിയോഡിക് മോഷൻസിനെല്ലാം സർക്കുലർ മോഷനായിട്ട് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വരാം. തീറ്റ ഈക്വൽ ടു ഒമേഗ ടി ആണ്. അപ്പോൾ ഒരുപാട് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ കാര്യം നോക്കട്ടെ. ഓസിലേഷൻസ്, ഈ വീഡിയോ നമുക്ക് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ മതി, www.7active.in എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. വെബ്സൈറ്റ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെ നമുക്ക് സർക്കുലർ മോഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് ഒമേഗ ടി എന്ന് എടുത്തു. അതിനെക്കുറിച്ച് നമുക്ക് സൊല്യൂഷൻസിലോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇത് സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. അതിന്റെ മീൻ പൊസിഷൻ, എല്ലാത്തിനും ഒരു മീൻ പൊസിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യും, മുകളിലോട്ടും താഴോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു സ്പ്രിംഗ് ആണെങ്കിൽ. ഇത് ട്യൂണിംഗ് ഫോർക്കിന്റെ എന്താണ്, എൻഡുകൾ ഓസിലേറ്റ് ചെയ്യുന്നു. ദിസ് ആർ ഓൾ പീരിയോഡിക്. ഓക്കെ, ദ മീൻ പൊസിഷൻ. അതുപോലെ ഒരു ലിക്വിഡ് കോളം, ഇത് നമ്മൾ സാധാരണ ഈ വീടൊക്കെ നിർമ്മിക്കുന്ന മേസ്ത്രിമാരുടെ കയ്യിൽ ലെവല് നോക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഒരു ട്യൂബിനകത്ത് വെള്ളം നിറച്ചിട്ട് കറക്റ്റ് ലെവല് പിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുന്ന മീൻ പൊസിഷനായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ഓസിലേറ്റ് ചെയ്യുന്നത്. ദിസ് ആർ ആൾ സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഡെഫിനിഷൻ നമുക്ക് ഉണ്ടാക്കണം. ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. കുറച്ചുകൂടി നല്ലൊരു ഡെഫിനിഷൻ നമുക്ക് പറയാം. നെക്സ്റ്റ് വീഡിയോ തീർന്നു. ഒരു സിമ്പിൾ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. ഇത് സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ കേസ് നമ്മൾ പറയാം. അപ്പോൾ ഇത് ഈ ഓസിലേഷൻ നോക്കുക. ഓക്കെ, ഇതില് ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഇത് ബ്ലാക്ക് ആരോ എന്ന് പറയുന്നത് പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്, എക്സ് ആണ് പൊസിഷൻ. ഗ്രീൻ റെപ്രസെന്റ്സ് വെലോസിറ്റി ആൻഡ് ദിസ് റെഡ് കളർ റെപ്രസെന്റ്സ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇത് ആണ് എന്റെ മീൻ പൊസിഷൻ ഇവിടെ. അപ്പൊ ഈ ആരോയുടെ ഈ വാലാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ആരോ മാത്രമേ ഉള്ളൂ, വാലില്ല. സോ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0. ആക്സിലറേഷൻ ഇത്രയും ലെങ്ത് ഉണ്ട്. ആക്സിലറേഷൻ ദിസ് വിൽ ബി ദ മാക്സിമം ബട്ട് ഓപ്പോസിറ്റ് ആൾവേസ് ഡയറക്റ്റ് ടുവേർഡ്സ് ദി മീൻ പൊസിഷൻ. Displacement from here, this is a maximum displacement, so it can be taken as amplitude. Okay, അപ്പോൾ നോക്കാം, അതിന്റെ മൂവ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതായത്
മീൻ പൊസിഷനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് വെലോസിറ്റി എന്ത് ചെയ്യുന്നു? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. മീൻ പൊസിഷൻ കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട്. ആക്സിലേഷൻ ഓപ്പോസിറ്റ് ആവുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആക്സിലേഷൻ എല്ലായ്പ്പോഴും ഡയറക്റ്റഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ ആണ്. ആക്സിലേഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്ട്രീം പൊസിഷനിലായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന പൊസിഷനിലാണ് ആക്സിലേഷൻ മാക്സിമം. പക്ഷെ അവിടെ എന്ത് മിനിമം ആണ്? വെലോസിറ്റി മിനിമം ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷനാണ് ഈ പറയുന്നത്. അപ്പോൾ മീൻ പൊസിഷനിലായിരിക്കും ആക്സിലറേഷൻ 0. മീൻ പൊസിഷൻ നോക്കുക, ഈ ഗ്രാഫ് പോകുന്ന മീൻ പൊസിഷനിൽ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ 0 ആണ്. എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ മാക്സിമം. ഓക്കെ, സോ നമുക്കിത് വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയണം. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നതിനേക്കാൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഫോഴ്സ്. ഇപ്പോൾ ഒരു സിമ്പിൾ പെൻഡലത്തിൽ നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് നമുക്ക് കൊടുക്കണം, വലിച്ചു നീട്ടണം അല്ലേ? വലിച്ചു ഒരു ബോബിനെ നമ്മൾ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി, എന്നിട്ട് നമ്മൾ വിട്ടു കൊടുക്കുന്നു. അപ്പോൾ അത് തിരിച്ചു വരുന്നു. തിരിച്ചു വരാൻ കാരണം എന്താണ്? ആ ബോബ് നൂല് വഴി ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ആ ബോബിന് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഈ റീസ്റ്റോറിങ് ഫോഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് SHMന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ആക്സിലേഷന് പകരം നമുക്ക് റീസ്റ്റോറിങ് ഫോഴ്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ആൾവേസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദി മീൻ പൊസിഷൻ. ആക്സിലേഷൻ മീൻ പൊസിഷനിലോട്ടായതുകൊണ്ട് ഫോഴ്സും മീൻ പൊസിഷനിലോട്ട് തന്നെയായിരിക്കും. ആൻഡ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ 3 പോയിന്റ്സ് വെച്ചുകൊണ്ട് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു പാർട്ടിക്കിള് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് പറയണമെങ്കിൽ when it vibrates periodically, മോഷൻ എന്തായിരിക്കണം? പീരിയോഡിക് ആയിരിക്കണം. and condition in such a way that at any instant, അപ്പോൾ ആ മൂവ്മെന്റിൽ ഏതെങ്കിലും ഒരു സമയത്ത്, എല്ലാ സമയം ഏത് സമയം എടുത്താലും ദി റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്സിലേഷന് വരും. പാർട്ടിക്കിളിനെ ആക്സിലേറ്റ് ചെയ്യുന്ന ആക്സിലേഷൻ ആണ്. അതിന് വരെ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ടൈം എടുത്തു. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ആൾവേസ് മെഷേർഡ് ഫ്രം ദി മെയിൻ പൊസിഷൻ ആണ്. അപ്പൊ മെയിൻ പൊസിഷന് പകരം ഞാൻ ഇവിടെ ഉപയോഗിച്ച ടേം ഫിക്സഡ് പോയിന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേഴ്സ് ദാറ്റ് point. Which point? That fixed point. Here the fixed point is called the mean position or equilibrium position. അപ്പോൾ SHMന്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇത് കൂടാതെ ഈ ഒരു പോയിന്റ് കൂടെ എഴുതണം. എന്താണ് പറയുന്നത്? A particle is said to execute simple harmonic motion when it vibrates periodically in such a way that at any instant the restoring force acting on it is proportional to the displacement from a fixed point in its path and is always directed towards that point. The fixed point is called the mean position or equilibrium position. Okay, ഒരു SHMനെ ഞാൻ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയി കാണിച്ചിരിക്കുന്നത് സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ പൊസിഷൻ, ഇത് എക്സ്ട്രീം പൊസിഷൻ. അപ്പം അത് താഴോട്ട് വന്ന് -Aയും മുകളിലോട്ട് വന്ന് +A എന്നിട്ടു. ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ഓസിലേഷൻ നോക്കുക, ടൈം വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ആയി വരച്ചിരിക്കുന്നത്. താഴ്ന്ന് ഇവിടെ എത്തി, മുകളിൽ പോയി മാക്സിമം മെയിൻ പൊസിഷൻ, ദെൻ എക്സ്ട്രീം പൊസിഷൻ. ഇത് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ മനസ്സിലായോ? അപ്പോൾ ഇത് ഡെഫിനിഷനായി. ഇതൊരു നമുക്ക് ഫിസിക്സിന്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് വഴിയാണ് നമ്മൾ ഫിസിക്സിന്റെ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിനോമിന നമ്മൾ ഒബ്സർവ് ചെയ്തു മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിനൊരു ഇക്വേഷൻ എഴുതണം. ഓക്കെ, so what is the differential equation of simple harmonic motion? Differential equation. അപ്പോൾ നമ്മുടെ ഫിസിക്സ് ഫസ്റ്റ് ഇയറിൽ കുറച്ച് കുട്ടികൾ മാത്സ് പഠിക്കാത്തവരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഒന്ന് ബാക്കപ്പ് ചെയ്യണം. അവർ ഈ ആരുടെയെങ്കിലും ഒന്ന് ട്യൂഷന് പോയി ഒന്ന് മാത്സ് ഒന്ന് പഠിച്ചു വരിക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പം ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ അതിന്റെ ബേസിക്സ് കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ
എന്താണ് നമ്മൾ ഡെഫിനിഷൻ പറയുന്നതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m എക്സിക്യൂട്ടിംഗ് എസ് എച്ച് എം ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കെ എക്സ് എന്ന് എഴുതാം. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ് എന്നാണ് എഴുതേണ്ടുള്ളത് അല്ലേ. പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് എഴുതാം, ഞാനത് ഇക്വേഷനിൽ എഴുതിയിട്ടില്ല. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് ഓഫ് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ്, എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മെയിൻ പൊസിഷൻ. അപ്പൊ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കാൻ എന്ത് ചെയ്യണം, നമുക്കറിയാം ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ആണ്, ആ കോൺസ്റ്റന്റ് ആണ് കെ. Where k is some constant. Okay, so this is the equation. Simple harmonic motion definition പ്രകാരം an equation രൂപത്തിൽ എഴുതിയേക്കും. ഇത്രയേ ഉള്ളൂ. F is equal to minus kx. Restoring force is proportional to displacement and in opposite direction. Okay, where k is some constant. Force constant എന്നൊക്കെ പറയാം. സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ലോ ആണ് ഫോഴ്സിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊണ്ടുവരുന്നത്. എന്താണ്, ഫോഴ്സ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ എഫ് ഈസ് ഈക്വൽ ടു എം എന്നൊരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ബട്ട് അക്കോർഡിംഗ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു ആക്സിലറേഷന് പകരം എന്ത് എഴുതാം, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സിൽ എഫിന് പകരം എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതിയാൽ ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് എഴുതാം. ഓർ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ എക്സ് ബൈ എം. ഈ എമ്മിനെ താഴെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ മൈനസിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ ഇതൊരു ഇക്വേഷൻ രൂപത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ രൂപമായി. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് കെ എക്സ് ബൈ എം ഈക്വൽ ടു 0. ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇത് കെ ഒരു കോൺസ്റ്റന്റ് ആണ്, എം ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ കെ ബൈ എം ഈസ് അനദർ കോൺസ്റ്റന്റ്. ആ അനദർ കോൺസ്റ്റന്റ് നമുക്ക് ഒമേഗ സ്ക്വയർ വരും. ഒമേഗ ഈസ് സെയിം ആസ് ആംഗുലർ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന ടേം തന്നെയാണ് ഒമേഗ. സോ ഒമേഗ സ്ക്വയർ എക്സ്, ഒമേഗ സ്ക്വയർ ബൈ ഹിയർ omega square is equal to k by m. It's a constant. എടുത്തു. Okay. അപ്പോൾ d square x by dt square plus omega square x equal to 0 is the differential equation of a simple harmonic motion. എന്താണ്, d square x by dt square, that is acceleration of the particle executing simple harmonic motion, is equal to minus of omega square x. X is the displacement and omega is the constant, equal to k by m. Omega square equal to k by m. Okay, but this is the differential equation of SHM. But it's d square x by dt square plus omega square x equal to 0. Okay, അപ്പം ഞാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു, ഡിഫൈൻ ചെയ്തു, എന്നൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് is x displacement of the particle executing SHM. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് പാർട്ടിക്കിൾ എവിടെ ആയിരിക്കുന്നു അതിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ദ സൊല്യൂഷൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ സൊല്യൂഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ആക്സിലറേഷൻ എവിടെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഓസിലേഷൻ സർക്കുലർ മോഷനിൽ നമ്മളിത് എടുത്ത് കുറച്ചും കൂടെ ഓക്കെ. സോ ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് പാർട്ടിക്കിൾ, ബ്ലൂ ബോൾ ഇസ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. സോ ഇതാണ് മെയിൻ പൊസിഷൻ. സോ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ എടുത്തു എക്സ്. ഓക്കെ, ഇപ്പൊ ടി സമയമായപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഇതിനെ നമ്മൾ സർക്കുലർ മോഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇത് സെന്റർ, മെയിൻ പൊസിഷൻ ഇവിടെ നിന്ന്. ഇതിപ്പം പാർട്ടിക്കിൾ ഇവിടെ എത്തിയപ്പോൾ അതിന്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾ ഇവിടെ എത്തും. ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പൊ ഈ എക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ടൈം ഇതാണ്, ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സ് അല്ലേ, എക്സ്. സോ 0 to a. This is the amplitude നമുക്ക് പറയാം. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് a.
മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അതിനെ നമുക്ക് റേഡിയസ് ആയിട്ട് എടുത്തു, എ എന്ന് എടുത്തു. സർക്കുലർ മോഷന്റെ റേഡിയസ് ആണ് എ, അതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആയിട്ട് എടുത്തേക്കുന്നത് എ. അപ്പൊ ഇത് ഒമേഗ ആംഗുലർ വെലോസിറ്റി മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്തുകയാണെങ്കിൽ ഈ ഒരു തീറ്റ ആംഗിൾ, തീറ്റയ്ക്ക് വരണം ഒമേഗ ടി എന്ന് എഴുതുന്നത്, തീറ്റ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്തു. തീറ്റ ഇസ് ഈക്വൽ ടു ദിസ് ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ് എന്നാണ് വരുന്നത് അല്ലേ. ഇപ്പൊ നമുക്ക് അതിന് പകരം നമുക്ക് എക്സ് ഈക്വൽ ടു ഈ പർട്ടിക്കുലർ ടൈമിലെ വാല്യൂ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. അതെങ്ങനെ എഴുതാം? ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിൾ ആണ്. ഒമേഗ ടി ഇസ് എൻ ആംഗിൾ. സോ ഇത് ഇവിടുന്ന് ഇവിടം വരെ എ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എ തന്നെ ആയിരിക്കും, കാരണം റേഡിയസ് അല്ലേ. അപ്പൊ ദിസ് ഇസ് ദ എ വെക്ടർ. അപ്പൊ ഈ എ വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട്. റെസൊല്യൂഷൻ എന്ന് പറയും അല്ലെ. കമ്പോണന്റ് എടുക്കാം, ഏത് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും. ഇപ്പൊ എക്സ് കമ്പോണന്റ് എന്തായിരിക്കും? എ കോസ് തീറ്റയും വൈ കമ്പോണന്റ് എന്തായിരിക്കും? എ സൈൻ തീറ്റയും ആയിരിക്കും അല്ലെ. അപ്പൊ എക്സ് ഈസ് നത്തിങ് ബട്ട് എ സൈൻ തീറ്റ. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് സൈൻ തീറ്റയ്ക്ക് ഒരു ഒമേഗ ടി കൊടുത്താൽ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. അപ്പൊ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ് വാല്യൂ അല്ലെ. സർക്കുലർ മോഷൻ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ SHM ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താലും എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് കിട്ടണം. അത് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അടുത്തൊരു പൊസിഷൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ഇത് നമുക്ക് SHM ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താലേ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി കിട്ടും എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു SHM സ്റ്റാർട്ട് ചെയ്യുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ പൊസിഷനിൽ നിന്നല്ല, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാനൊരു ബോബ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ഓസിലേഷൻ കഴിഞ്ഞിട്ടാണ് ഞാനത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു അല്പം മാറി നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മുകളിൽ പോയി, നേരെ താഴെ വന്നു, നേരെ ഇവിടെ എത്തുമ്പോൾ ഒരു സൈക്കിളായി. ഇപ്പം എൻ്റെ കൗണ്ടിങ് പോയിന്റ്, എൻ്റെ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞതാണ് മെയിൻ പൊസിഷനിൽ. അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിളിനെ ഫൈ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് മുകളിലോട്ട് പോയി. അപ്പോൾ ഇതെന്തുമായി? ഓക്കെ, അപ്പോൾ ഇത് എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുക, എക്സ്. ദിസ് ഇസ് വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ ടോട്ടൽ ആംഗിൾ ആണ്. ഈ ഒമേഗ ടി ഇപ്പോൾ എടുത്തേക്കുന്നത് എന്താണ്? ഒമേഗ ടി എന്ന് പറയുന്നത് ഈ ലൈനിനും ഇതിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ഒമേഗ ടി. ടോട്ടൽ ആംഗിൾ ഇവിടെ എന്താണ്? ഒമേഗ ടി പ്ലസ് ഫൈ ആണ് ടോട്ടൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നായിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ഫൈ? ഇറ്റ് ഈസ് ദ ഫേസ് ആംഗിൾ. ഓക്കെ, അപ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, ഫേസ്. അവിടെ ആ ഫൈ നമ്മൾ പറയുന്ന ടേമാണ്, ഇത് കാൾഡ് ഫേസ് കോൺസ്റ്റന്റ്. ഫേസ് കോൺസ്റ്റന്റ്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരാം. അപ്പോൾ നമുക്ക് SHM ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ ഫൈ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അവിടെ മനസ്സിലാക്കണം ഫൈ എന്താണ്. ഒരു SHM നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ, പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ മെയിൻ പൊസിഷനിൽ നിന്ന് മാറുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കോൺസ്റ്റന്റ് ടേമാണ് ഫേസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിൾ മീറ്റിൽ വരുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നോട്ട് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയം ഞാൻ പറയാം, അപ്പോൾ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ നോട്ട് തയ്യാറാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.